യുദ്ധത്തിന്റെ കനലുകൾ ആളിപ്പടർന്ന് 22ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ലോകം ഇതുവരെ കാണാത്ത വിധത്തിൽ അത്രയും ഭീതിതമായ സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. ഇറാന്റെ മണ്ണിൽ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന അധിനിവേശത്തിന് അപ്രതീക്ഷിത തിരിച്ചടികളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത അതിനൂതന യുദ്ധവിമാനമെന്ന് അമേരിക്ക അഹങ്കരിച്ചിരുന്ന F-35 ഇറാൻ വെടിവെച്ചിട്ടത് പെന്റഗണിനെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. വെറും ഹീറ്റ് സെൻസറുകൾ ഘടിപ്പിച്ച മിസൈലുകൾ ഉപയോഗിച്ചാണ് 1000 കോടിയിലധികം വിലമതിക്കുന്ന ഈ അദൃശ്യ വിമാനത്തെ ഇറാൻ തകർത്ത് താഴെയിട്ടത്. യുദ്ധം തങ്ങൾ വിചാരിച്ചതുപോലെ എളുപ്പമല്ലെന്നും തങ്ങളുടെ ലക്ഷ്യങ്ങൾ ഏതാണ്ട് പൂർത്തിയായെന്നും അതിനാൽ യുദ്ധം അവസാനിപ്പിക്കാൻ സമയമായെന്നുമുള്ള വിചിത്രമായ വാദവുമായാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. യുദ്ധത്തിന്റെ ഗതി മാറ്റിക്കൊണ്ട് ഇറാൻ നടത്തിയ മറ്റൊരു നിർണായക നീക്കം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഖാഷ്യ സൈനിക താവളത്തിന് നേരെയുള്ള ആക്രമണമാണ്. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും തന്ത്രപ്രധാനമായ ഈ താവളത്തിലേക്ക് 4000 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ശേഷിയുള്ള ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത്. ഇത്രയും ദൂരപരിധിയിലുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ പ്രഹരിക്കാൻ ഇറാന് കഴിയില്ലെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ കണക്കുകൂട്ടലുകളെയാണ് ഈ നീക്കം തകർത്തെറിഞ്ഞത്. ഇതിനു പുറമെ ഹോർമോസ് കടലിടുക്ക് പിടിച്ചെടുക്കാനും അവിടുത്തെ സഞ്ചാരപാത സുഗമമാക്കാനുമായി 4500 സൈനികരെയും 3 യുദ്ധക്കപ്പലുകളെയും അമേരിക്ക അങ്ങോട്ട് അയച്ചു കഴിഞ്ഞു. എന്നാൽ ഇറാന്റെ കിൽ ബോക്സ് എന്ന് വിളിക്കപ്പെടുന്ന ഹോർമൂസിലെ മൈനുകളും ടോർപിഡോകളും അമേരിക്കൻ കപ്പലുകളെ കാത്തിരിക്കുകയാണ്. ലോകത്തിന്റെ ഊർജ്ജ മേഖലയെ തന്നെ സ്തംഭിപ്പിക്കുന്ന രീതിയിലാണ് യുദ്ധം മുന്നോട്ടു പോകുന്നത്. ഖത്തറിലെയും കുവൈറ്റിലെയും UAEയിലെയും പ്രധാന എണ്ണവാതക കേന്ദ്രങ്ങൾ ഇറാന്റെ ആക്രമണത്തിൽ കത്തിയെരിയുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ വാതക പാടമായ ലോകത്തെ ഏറ്റവും വലിയ LNG പാടമായ സൗത്ത് പാർസിലെ ഖത്തർ ഭാഗത്തുള്ള എണ്ണപ്പാടങ്ങൾക്ക് 17% നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് പഴയ സ്ഥിതിയിലാക്കാൻ കുറഞ്ഞത് 5 വർഷമെങ്കിലും എടുക്കുമെന്നാണ് ആ രാജ്യം കണക്കാക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കൻ താവളങ്ങൾ വഴി ഇറാനെ ആക്രമിക്കുന്നതിന് പകരമായി ആ രാജ്യങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങളെയാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നത്. ഇത് ലോകമെമ്പാടുമുള്ള ഇന്ധനവില വർധനവിനും സാമ്പത്തിക മാന്ദ്യത്തിനും കാരണമായി കഴിഞ്ഞു. ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിലേക്ക് ആവശ്യമായ വളം പോലും എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നുള്ളത്. ഇസ്രയേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കൻ ജനതയുടെ നികുതി പണവും സൈനികരുടെ ജീവനും പണയം വെച്ചുകൊണ്ടുള്ള ഈ യുദ്ധം അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഇറാന്റെ എണ്ണ വാങ്ങുന്നതിന് തങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം പോലും 30 ദിവസത്തേക്ക് മാറ്റിവെക്കാൻ അമേരിക്ക തയ്യാറായത് അവർ അനുഭവിക്കുന്ന കടുത്ത സമ്മർദ്ദത്തിന്റെ കൂടി തെളിവാണ്. സ്വന്തം താവളങ്ങൾ ഒന്നൊന്നായി ആക്രമിക്കപ്പെടുമ്പോഴും ഹോർമോസ് കടലിടുക്കിലെ നിയന്ത്രണം ഇറാന്റെ കൈകളിൽ തന്നെ തുടരുന്നതും ട്രംപ് ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയാണ്. നാറ്റോ രാജ്യങ്ങൾ പോലും ഈ കടന്നുകയറ്റത്തിൽ അമേരിക്കയെ പിന്തുണയ്ക്കാൻ മടിക്കുകയാണ്. വരും ആഴ്ചകളിൽ നിന്ന് യുദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തടിയൂരാനുള്ള വഴികളായിരിക്കും അമേരിക്കയും ഇസ്രയേലും തേടുക. സമാധാനത്തിന്റെ വഴി തേടിയില്ലെങ്കിൽ ലോകം വലിയൊരു ദുരന്തത്തിലേക്ക് നീങ്ങുമെന്ന് എന്തായാലും ഉറപ്പാണ്.